الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസം, പടച്ചതമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. മുഅ്മിനായി ജീവിക്കാനും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കാനും അവസാനം ഈമാനോടെ മരിച്ച് അവന്റെ സ്വർഗ്ഗലോകത്തെത്താനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു കടം വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് യുദ്ധക്കെടുതിയുടെയും മറ്റും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ ജനങ്ങൾക്ക് അള്ളാഹു സമാധാനം എത്രയും പെട്ടെന്ന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമേരിക്കയ്ക്കും ഇസ്രായേലിനും അള്ളാഹു പരാജയം കൊടുക്കുമാറാകട്ടെ. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. കേരളത്തിന്റെ പ്രശസ്ത കവി ഇഞ്ചക്കാട് ബാലചന്ദ്രന്റെ വരികളാണിത്. 1986 ഏപ്രിൽ മാസം 26 റഷ്യയിലെ ചെർണോവയിൽ അവിടത്തെ ഒരു ആണവ റിയാക്ടർ പൊട്ടിത്തെറിച്ചു. ആ പ്രദേശത്ത് വലിയ ആണവ ദുരന്തമുണ്ടായി. അവിടെ മനുഷ്യർക്ക് താമസിക്കാൻ കഴിയില്ല എന്ന് ലോകാരോഗ്യ സംഘടന തീരുമാനിച്ചതനുസരിച്ച് ചെർണോവ ഒരു പ്രേത നഗരിയായി പ്രഖ്യാപിക്കപ്പെട്ടു. ലോകത്ത് ഏറ്റവും കൂടുതൽ അണുവികരണം നടക്കുന്നൊരു പ്രദേശമായിട്ട് ചെർണോവയെ എഴുതി തള്ളപ്പെട്ടു. അങ്ങനെ ആ 30 കിലോമീറ്റർ വിസ്തൃതിയിലുള്ള മനുഷ്യർ മുഴുവനും ആ പ്രദേശം ഇനി ഒരു 20,000 കൊല്ലത്തേക്ക് മനുഷ്യന് താമസിക്കാൻ കഴിയില്ല എന്ന തീരുമാനമനുസരിച്ച് അവരുടെ വീടുകളും അവരുടെ കച്ചവട സ്ഥാപനങ്ങളും അവരുടെ സ്കൂളുകളെല്ലാം വിട്ടൊഴിഞ്ഞ് നാട് വിട്ടുപോയി. 30 കിലോമീറ്റർ പ്രദേശം ഇന്ന് ജനശൂന്യമാണ്. ഇനി ഒരു 20,000 കൊല്ലത്തേക്ക് അവർക്ക് മനുഷ്യർക്ക് താമസിക്കാൻ പോലും അവിടെ കഴിയില്ല. അണുവികരണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രദേശത്ത്. പിന്നീട് മനുഷ്യർ പോയതിനു ശേഷം അവിടെ സംഭവിച്ചത്, അവിടെ മരങ്ങൾ മുളച്ചു വരാൻ തുടങ്ങി. മരങ്ങൾ കൂടി കാടുകൾ രൂപപ്പെട്ടു. അത് വനമായി മാറി. മനുഷ്യന്റെ കൈകടത്തലുകൾ ഇല്ലാതായതോടുകൂടി തന്നെ പരിസ്ഥിതി അതിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ആരും അവിടെ ഇല്ല മനുഷ്യരായിട്ട്. ഈ തക്കം നോക്കി മൃഗങ്ങൾ അങ്ങോട്ട് കയറിക്കൂടാൻ തുടങ്ങി. ഇന്നവിടെ കാടാണ്. ധാരാളം മൃഗങ്ങൾ, പുലിയും കടുവയും ആനയുമൊക്കെ അവിടെയുണ്ട്. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിരോധശേഷി കൂടുതലായതുകൊണ്ട് തന്നെ ഈ ആണവ വികിരണം അവരെ കാര്യമായി ബാധിക്കുകയുമില്ല. സത്യത്തിൽ ഇവിടെ സംഭവിച്ചത്, മനുഷ്യൻ അവിടെ താമസിച്ചിരുന്ന കാലത്ത് മൃഗങ്ങൾ അവിടെ വന്നില്ല. മനുഷ്യന്റെ കൈകടത്തലുകൾ ആ പ്രദേശത്ത് ഇല്ലാതായപ്പോൾ
പരിസ്ഥിതി അതിന്റെ പഴയ രൂപത്തിലേക്ക് വരികയും മൃഗങ്ങൾക്ക് അവിടെ താമസിക്കാൻ കഴിയുന്ന രീതിയിൽ ആ സ്ഥലം ശുദ്ധമായി തീരുകയും ചെയ്യും. ഈ ഒരു അവസ്ഥ നമ്മൾ കോവിഡ് കാലത്തും കണ്ടതാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ മനുഷ്യൻ അവന്റെ വീടുകളിലേക്ക് ഒതുങ്ങിയപ്പോൾ, ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നമ്മൾ കാണാത്ത പല ജീവികളും നാട്ടിലേക്ക് ഇറങ്ങി. അവ സ്വസ്ഥമായി നമ്മുടെ നാട്ടിൽ ഇങ്ങനെ താമസിച്ചു. ഭൂമിയുടെ പരിസ്ഥിതിയെ തകർക്കാൻ കഴിയുന്ന ഭൂമിലോകത്തെ ഏക ജീവി എന്ന് പറയുന്നത് മനുഷ്യൻ മാത്രമാണ്. മനുഷ്യനല്ലാത്തൊരു ജീവിക്കും പരിസ്ഥിതിയെ തകർക്കാൻ കഴിയില്ല. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയെ ഇല്ലായ്മ ചെയ്യാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് പരിസ്ഥിതിവാദികൾ, പ്രകൃതിവാദികൾ മനുഷ്യനെ പ്രകൃതിയുടെ ക്യാൻസർ എന്ന് വിശേഷിപ്പിച്ചത്. നമുക്കറിയാം, മനുഷ്യന് മുമ്പ് നൂറ്റാണ്ടുകളോളം ഈ ഭൂമിലോകത്ത് ഭീമാകാരമായ ദിനോസറുകൾ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും പ്രകൃതിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഭൂമിയുടെ പരിസ്ഥിതിക്കൊരു കോട്ടവും ഇവിടെ താമസിച്ച ഭീമാകാരികളായ ദിനോസറുകൾ വരുത്തിയിട്ടില്ല. പക്ഷെ ഈ ചെറിയ മനുഷ്യൻ, 6 അടി മാത്രം വലിപ്പമുള്ള ഈ മനുഷ്യനാണ് ഈ ഭൂമിയുടെ പ്രകൃതിയെ ചൂഷണം ചെയ്തത്. അവനാണ് ഈ പരിസ്ഥിതിയെ നശിപ്പിച്ചത്. അവനു മാത്രമേ ഈ പരിസ്ഥിതിയെ നശിപ്പിക്കാൻ കഴിയൂ എന്നാണ് നമ്മൾ ഇന്നുവരെയുള്ള ചരിത്രത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ജലാശയങ്ങളിനെ മലിനപ്പെടുത്തിയതിൽ മൃഗങ്ങൾക്കൊരു പങ്കുമില്ല. ഈ ഒഴുകുന്ന മീനച്ചിലാറ്റിലേക്ക് ഒരു മൃഗവും മാലിന്യം വലിച്ചെറിഞ്ഞിട്ടില്ല. ഈരാറ്റുപേട്ടയുടെ നഗരവീഥികളെ വൃത്തികേടാക്കിയതിൽ ഇവിടെയുള്ള ഒരു പൂച്ചയ്ക്ക് പോലും പങ്കില്ല. ഇതെല്ലാം ചെയ്തു കൂട്ടിയത് നാട്ടിലെ മനുഷ്യന്മാരാണ്. അതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ പറഞ്ഞത്, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂം. നീ കണ്ടിട്ടില്ലേ? ആകാശത്തും ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായിട്ടാണ് ജീവിക്കുന്നത്. സൂര്യനും അങ്ങനെയാണ്, ചന്ദ്രനും അങ്ങനെയാണ്, നക്ഷത്രങ്ങളും അങ്ങനെയാണ്, വൽ ജിബാലു പർവ്വതങ്ങളും അങ്ങനെയാണ്, വശജറു വൃക്ഷങ്ങളും അങ്ങനെയാണ്, വദ്ദവാബു മൃഗങ്ങളും അങ്ങനെയാണ്. ഇത്രയും പറഞ്ഞിട്ട് പടച്ചോൻ പിന്നെ പറയുന്നൊരു ഭാഗം, കസീറും മിനൻ നാസി, കുറെ മനുഷ്യന്മാരും അങ്ങനെയാണ്. മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞെടുത്ത് പടച്ചോൻ കുറച്ചുപേരെന്ന് പറഞ്ഞു. എല്ലാ മനുഷ്യന്മാരും അങ്ങനെയല്ല. മനുഷ്യരല്ലാത്ത സർവ്വ ജീവജാലങ്ങളും പ്രകൃതിക്ക് അനുസരിച്ച് ജീവിക്കും. ഒരു പ്രകൃതിയെയും ഒരു ജീവജാലം പ്രകൃതിയെ ചൂഷണം ചെയ്തിട്ടില്ല. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് മങ്ങലേൽപ്പിക്കാൻ ഒരു മൃഗത്തിനും കഴിയില്ല. പക്ഷെ മനുഷ്യർക്ക് കഴിയും. വകസീറും മിനൻ നാസ്, കുറെ മനുഷ്യർ പ്രകൃതിക്ക് അനുസരിച്ച് ജീവിക്കും. കുറെ ആളുകൾ പ്രകൃതിക്ക് എതിരായിട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്ത് ജീവിക്കും. അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഉലൈക കൽ അൻആം, അവർ മൃഗങ്ങളെ പോലെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയെ നമുക്ക് നൽകിയത് വളരെ നല്ലൊരു അവസ്ഥയിലാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഞാൻ മനോഹരമായി നിങ്ങൾക്ക് നൽകിയ ഭൂമി, ഈ പച്ചപ്പുള്ള ഭൂമി, ശുദ്ധമായ ജലമൊഴുകുന്ന ഈ ഭൂമി, ഈ ആറ്, ഇതിനെ നിങ്ങൾ മലിനപ്പെടുത്തരുത് എന്ന് പടച്ചോൻ നമ്മളോട് പറഞ്ഞു. ഇത് മൃഗങ്ങളോടും പറഞ്ഞിരുന്നു. പക്ഷെ മൃഗങ്ങൾ അനുസരിച്ചു. മൃഗങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പരിസ്ഥിതിയെ ചൂഷണം ചെയ്യില്ല. അത് അള്ളാഹുവിന് കൊടുത്തൊരു ഉറപ്പാണ്. പക്ഷെ മനുഷ്യൻ പരിസ്ഥിതിയെ ചൂഷണം ചെയ്യാണ്. ആ മനുഷ്യനെ കുറിച്ച് ഖുർആൻ പ്രയോഗിച്ചൊരു പ്രയോഗമാണ് ഉലൈക കൽ അൻആം, അവർ മൃഗതുല്യരാണ്. ബൽഹും അളല്, മൃഗങ്ങളെക്കാൾ വൃത്തികെട്ടവരാണവർ. കാരണം ഒരു മൃഗവും പ്രകൃതിയെ മലിനപ്പെടുത്തൂല. മാലിന്യങ്ങൾ ആറ്റിലേക്കൊരു മൃഗവും വലിച്ചെറിയൂല, പക്ഷെ മനുഷ്യൻ വലിച്ചെറിയും. അതുകൊണ്ട് മൃഗത്തോട് മനുഷ്യനെ തുല്യപ്പെടുത്തുന്നത് ശരിയല്ല. ബൽഹും അളല്, മൃഗങ്ങളെക്കാൾ വഴികെട്ടവരാണ്, വൃത്തികെട്ടവരാണ് വഴിയെ, തോടിനെ, ആറിനെ മലിനപ്പെടുത്തുന്ന മനുഷ്യന്മാർ. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവരെത്ര കേട്ടാലും ഹൃദയത്തിൽ മനസ്സിലാക്കൂല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് ചെവിയുണ്ട്, പക്ഷേ ആ ചെവി കൊണ്ട് ഇതൊന്നും കേൾക്കൂല. അവർക്ക് കണ്ണുണ്ട്, പക്ഷെ കണ്ണുകൊണ്ട് ഇതൊന്നും കാണാൻ കഴിയില്ല. ഉലൈക കൽ അൻആം, അവർ മൃഗതുല്യരാണ്. ബൽഹും അളല്, മൃഗങ്ങളെക്കാൾ അവർ വഴിപിഴച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത് ഖലീഫ എന്നൊരു സ്ഥാനം കൊടുത്തിട്ടാണ്. മനുഷ്യൻ ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. മനോഹരമായി ഭൂമിയെ ചൂഷണം ചെയ്യാതെ, ഇതിന്റെ പരിസ്ഥിതിക്ക് കളങ്കമേൽപ്പിക്കാതെ ഇതിനെ ഉപയോഗപ്പെടുത്താൻ മനുഷ്യനെ അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക്
ആ ഒരു ഉത്തരവാദിത്തം മനുഷ്യൻ നിർവഹിക്കുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ ഖലീഫയായി തീരുക. പക്ഷെ ഇന്നെന്താ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ ഖിലാഫത്തിന് ഘടകവിരുദ്ധമായിട്ട് മനുഷ്യൻ ഈ ഭൂമിയെ, ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആൻ 461 പ്രാവശ്യമാണ് ഭൂമി എന്ന് പ്രയോഗിച്ചത്. 500 പേജ് ഖുർആനിലുള്ളൂ. ആ ഖുർആനിൽ 461 സ്ഥലത്ത് ഭൂമി എന്ന് ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു അക്രിമുൽ അർള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഭൂമിയെ നിങ്ങൾ ആദരിക്കണം. ഫഇന്നഹ ഉമ്മുക്കും, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്, നിങ്ങളുടെ മാതാവാണ് ഭൂമി. ആ ഭൂമിയെ നിങ്ങൾ ആദരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. 780 സ്ഥലത്താണ് ഖുർആനിൽ പരിസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞത്. ഖുർആൻ ഒരു പരിസ്ഥിതി ഗ്രന്ഥമാണെന്ന് തോന്നിപ്പോകും ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ. 780 സ്ഥലത്ത് പരിസ്ഥിതി സംരക്ഷിക്കണമെന്ന് ഖുർആനിൽ ആഹ്വാനമുണ്ട്. പരിസ്ഥിതിയോടെ ഇണങ്ങി ജീവിക്കാനാണ് മനുഷ്യനോട് അള്ളാഹുവിന്റെ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ഭൂമിയെ നിങ്ങൾ മോശമാക്കരുത്. പക്ഷെ മനുഷ്യൻ ഇന്നെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മനുഷ്യൻ ഭൂമിയുടെ പരിസ്ഥിതിയെ എല്ലാ നിലയ്ക്കും തുരങ്കം വയ്ക്കുകയാണ്. ഈരാറ്റുപേട്ട നഗരസഭ ഇപ്പോ ആറുകൾ വൃത്തിയാക്കുന്ന തിരക്കിലാണ്. മുനിസിപ്പൽ കൌൺസിലർമാരും സന്നദ്ധ പ്രവർത്തകരും കൂടി മീനച്ചിലാറ് വൃത്തിയാക്കുകയാണ്. ആരാണ് ഈ മീനച്ചിലാറിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞത്? ഈ നാട്ടിലെ ആളുകൾ, നമ്മളൊക്കെ തന്നെ. നമ്മളാരാണ്? നമ്മൾ ഖൈറു ഉമ്മത്താണ്. ഈ ഭൂമിലോകത്ത് അല്ലാഹു നിയോഗിച്ചിട്ടുള്ള സമുദായങ്ങളിൽ ഏറ്റവും ഉത്തമ സമുദായമാണ് നമ്മൾ. ഈ ഉത്തമ സമുദായമാണ് ആറുകളെ മലിനപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇത്തഖുൽ മലാഇന സലാത്ത്. ശാപം കിട്ടുന്ന 3 പ്രവൃത്തിയുണ്ട്, നിങ്ങളത് സൂക്ഷിക്കണേ. ആ പ്രവൃത്തി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ശാപം കിട്ടും. ആര് നിങ്ങളെ ശപിക്കും? മനുഷ്യന്മാര് ശപിക്കും, അള്ളാഹുവിന്റെ മലക്കുകൾ ശപിക്കും, അള്ളാഹുവും ശപിക്കും. അള്ളാഹുവിന് ശാപം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലുപരി എന്തുണ്ട് സഹോദരങ്ങളെ? അള്ളാഹു ഒരു മനുഷ്യനെ ശപിക്കുക, അള്ളാഹുവിന്റെ മലക്കുകൾ ശപിക്കുക, മുഴുവൻ മനുഷ്യന്മാരും ശപിക്കുക. ഈ ശാപം കിട്ടുന്നൊരു 3 ജോലിയുണ്ട്. ഒന്ന് അൽ ബറാസുഫിൽ മവാരിദി, ശുദ്ധജലത്തിലേക്ക് മാലിന്യം വലിച്ചെറിയുക. ആറിലേക്കും തോട്ടിലേക്കും മാലിന്യം വലിച്ചെറിയുന്നവൻ അലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അള്ളാഹുവിന്റെ ശാപം, മലക്കുകളുടെ ശാപം, മുഴുവൻ ജനങ്ങളുടെ ശാപം. വഖാരിഅത്തു തരീഖി, വഴിയരികിലേക്ക് മാലിന്യം വലിച്ചെറിയുക. വല്ലില്ലി, മനുഷ്യർ തണല് കൊള്ളാൻ വേണ്ടി വന്നിരിക്കുന്ന പാർക്കുകളിലേക്കെല്ലാം മാലിന്യം വലിച്ചെറിയുക. ഇത് 3 പടച്ചതമ്പുരാന്റെ, മലക്കുകളുടെ, ജനങ്ങളുടെ ശാപം കിട്ടുന്ന കാര്യമാണ്. സുബഹി നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ ബിസ്മി ചൊല്ലിയിട്ട് ആറിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യം ഉണ്ടല്ലോ, ആ സുബഹി നമസ്കാരം എന്തിനാണത്? പടച്ചോന് വേണ്ടിയാണെങ്കിൽ പടച്ചോൻ അങ്ങനെ ഒരു സുബഹി നമസ്കാരം ആവശ്യമില്ല. പടച്ചോൻ പറഞ്ഞത് ഈ പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാനാണ്, എന്നിട്ട് നിസ്കരിക്കാനാണ്. പ്രകൃതി വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പള്ളിയിൽ പോയി സുബഹി നമസ്കരിക്കുന്നെങ്കിൽ ആ സുബഹി നമസ്കാരം ആര് സ്വീകരിക്കാനാണ് സഹോദരങ്ങൾ? ഈ ശുദ്ധജലത്തെ മലിനപ്പെടുത്തിയിട്ട് ആർക്കു വേണ്ടിയാണ് നമ്മൾ നിസ്കരിക്കുന്നത്? നമ്മുടെ നഗരം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി കഴിഞ്ഞ വർഷം ദേശീയ ശുചിത്വ മിഷന്റെ റാങ്ക് അനുസരിച്ച് സിംഗിൾ സ്റ്റാർ പദവി നേടിയൊരു പട്ടണമാണ് ഈരാറ്റുപേട്ട. കോട്ടയം ജില്ലയിലെ 2 നഗരസഭകൾക്കാണ് ആ പദവി കിട്ടുന്നത്. ഒന്ന് ഏറ്റുമാനൂര്, മറ്റൊന്ന് ഈരാറ്റുപേട്ട. അപ്പൊ ഞാൻ വിചാരിച്ചു കോട്ടയം ജില്ലയിലെ ഏറ്റവും വൃത്തിയുള്ള സ്ഥലമായിരിക്കും ഈ 2 സ്ഥലങ്ങൾ എന്നാ വിചാരിച്ചത്. പക്ഷെ എവിടെയാണ് വൃത്തി എന്നറിയൂ? 4000ന്റെ മുകളിലായിരുന്നു നമ്മുടെ റാങ്ക്. അത് 526ലേക്കോ മറ്റോ വന്നു. ഇത്രയും മുന്നോട്ട് നമ്മൾ വന്നു. അപ്പോഴാണ് സിംഗിൾ സ്റ്റാർ പദവി കിട്ടിയത്. നാം ശുദ്ധിയാക്കിയത് നമ്മുടെ വീതികളാണ്, തെരുവുകളാണ്, വഴികളാണ്. പക്ഷേ ആ ശുദ്ധിയാക്കിയ വഴിയിൽ കിടന്ന മാലിന്യങ്ങൾ മുഴുവനും നാം വലിച്ചെറിഞ്ഞത് ആറ്റിലേക്കാണ്. ആ ജലം നമ്മൾ കുടിക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, ഞാൻ ആകാശത്തുനിന്ന് ഇറക്കിയത് ശുദ്ധമായ വെള്ളമാണ്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തുഹൂറ. ഞാനൊരു മാലിന്യ വെള്ളം ആകാശത്തുനിന്ന് ഇറക്കിയിട്ടില്ല, ഞാൻ ഇറക്കിയത് ശുദ്ധവെള്ളമാണ്. മറ്റൊരു സ്ഥലത്ത് വഅൻസൽനാ മിനസ്സമാഇ മാഅൻ മുബാറക, അനുഗ്രഹീതമായ വെള്ളമാണ് ഞാൻ ആകാശത്തുനിന്ന് ഇറക്കിയത്. ആരാണ് ഇതിനെ മലിനപ്പെടുത്തിയത്? എങ്ങനെയാണ് ഇതിനെ മലിനപ്പെടുത്താൻ നമുക്ക് കഴിയുക? വെള്ളത്തെ മലിനപ്പെടുത്തുന്നതിനേക്കാൾ വലിയ ഗൗരവമേറിയ തെറ്റെന്താണ് ഈ ഭൂമിലോകത്ത് മനുഷ്യന് ചെയ്യാനുള്ളത്? എങ്ങനെയാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ അവന്റെ കൈകൊണ്ട്, അള്ളാഹു തന്ന കൈകൊണ്ട് ഈ മാലിന്യത്തെ ആറ്റിലേക്ക് വലിച്ചെറിയാൻ കഴിയുക? ഈമാനുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് അതിന് കഴിയുക? അത്തുഹൂറു ശത്രുൽ ഈമാൻ, ശുദ്ധിയും വൃത്തിയും വിശ്വാസത്തിന്റെ പകുതിയാണെന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടേത്. ഒരു മനുഷ്യന് വൃത്തിയുണ്ടെങ്കിൽ, മാനസിക വൃത്തി, ശാരീരിക വൃത്തി, പരിസര ശുചിത്വം ഒരാൾക്കുണ്ടെങ്കിൽ അവന്റെ വിശ്വാസം പകുതിയുണ്ട്. പിന്നെ പകുതി വിശ്വാസമാണ് അവൻ ആർജിച്ചുണ്ടാക്കേണ്ടത്.
വിശ്വാസത്തിന്റെ പകുതിയാണ് വൃത്തിയെന്ന് പഠിപ്പിക്കപ്പെട്ട മുസ്ലിമിന് എങ്ങനെയാണ് ഈ ആറ്റിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയാൻ കഴിയുക? എങ്ങനെയാണ് അവന്റെ മനസ്സനുവദിക്കുക? എനിക്കത് മനസ്സിലാകുന്നില്ല. അൽ ജസാഉ മിൻ ജിൻസിൽ അമലി എന്നാണ് ഒരു പൊതുതത്വം. നിങ്ങൾ ചെയ്യുന്ന തെറ്റിൽ നിന്ന് പടച്ചോൻ നിങ്ങളെ ശിക്ഷിക്കും. ഈ മലിനജലത്തിൽ നമ്മൾ കുളിച്ചും കുടിച്ചും നമ്മൾ വരുത്തി വെക്കുന്ന രോഗങ്ങളുണ്ടല്ലോ, ഈ രോഗങ്ങൾക്ക് ഉത്തരവാദി നമ്മൾ മാത്രമാണ്. അള്ളാഹുവിന്റെ വലിയ കാരുണ്യം കൊണ്ടാണ് വലിയ പകർച്ചവാദികളൊന്നും ഇവിടെ ഉണ്ടാകാതെ പോകുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വൃത്തി എന്ന് പറയുന്നത് ആരാധനയുടെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ടാണ് നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ ഒളു എടുക്കണം, കുളിക്കണം, കാല് കഴുകണം. ഇത്രമാത്രം വൃത്തിയും ശുദ്ധിയും പഠിപ്പിക്കപ്പെട്ട ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് തന്റെ പരിസരങ്ങളെ വൃത്തികേടാക്കാൻ കഴിയുക? വൃത്തി പോലും ആരാധനയാണ്, വൃത്തി പോലും പുണ്യകർമ്മമാണ്. പരിസര ശുചിത്വം ഒരു കടമ മാത്രമല്ല, അത് പുണ്യകർമ്മം കൂടിയാണെന്ന് പഠിപ്പിക്കപ്പെട്ട മതവിശ്വാസികളാണ് നമ്മൾ. മറ്റുള്ള മതക്കാരെ പോലെയല്ല. 44 നദി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രദേശമാണ് കേരളം. ഇത്രയും നദികളുള്ള സംസ്ഥാനം നമ്മുടെ രാജ്യത്തുണ്ടാവില്ല. എന്നിട്ട് പോലും അല്ലാഹു നൽകിയ വരദാനമായി നൽകിയ നദികളെ നമ്മൾ വൃത്തികേടാക്കിയാണ്. ചില മതവിശ്വാസികൾക്ക് ചില പുണ്യ നദികളുണ്ട്. ഗംഗ, ഹൈന്ദവ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഗംഗ ഒരു പുണ്യ നദിയാണ്. പക്ഷെ ഗംഗയും ഇന്ന് മലിനമാണ്. ഗംഗയിൽ ഒഴുക്കപ്പെടുന്ന മൃതദേഹങ്ങൾ, ആ മൃതദേഹങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗകവാടങ്ങൾ തുറക്കപ്പെടുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗംഗയിലേക്ക് മനുഷ്യന്റെ മൃതദേഹങ്ങൾ വലിച്ചെറിയുകയാണ്. അങ്ങനെ ഗംഗ മലിനമാക്കപ്പെടുകയാണ്. ഗംഗ രാജ്യത്തിന്റെ 47% വെള്ളം നൽകുന്ന നദിയാണ് ഗംഗ. രാജ്യത്തെ ജനങ്ങളിൽ 40% താമസിക്കുന്നത് ഗംഗയുടെ തീരത്താണ്. 10ഓളം വരുന്ന സംസ്ഥാനങ്ങൾ ഗംഗയുടെ തീരത്തുണ്ട്. വടക്കേന്ത്യയിൽ 47% രാജ്യത്തിന്റെ വെള്ളവും നൽകുന്ന പുണ്യനദിയാണ് ഗംഗ എന്ന് പറയുന്നത്. പക്ഷേ അതിന്റെ തീരത്ത് താമസിക്കുന്ന 700ഓളം വരുന്ന നഗരങ്ങളിലെ മനുഷ്യർ ആ ഗംഗയെ ഇന്ന് അശുദ്ധമാക്കിയിരിക്കുകയാണ്. ഗംഗ ആകാശത്തിൽ നിന്നും തപസ് ചെയ്തുകൊണ്ട് ഭൂമിയിലേക്ക് ഇറക്കിയ പുണ്യനദി എന്നാണ് ഹൈന്ദവ മതവിശ്വാസം. പമ്പ പുണ്യനദിയാണ്. പക്ഷെ വിശ്വാസത്തിന്റെ ഭാഗമായി പമ്പയും അഴുക്കാക്കപ്പെടുകയാണ്. NSSന്റെ സെക്രട്ടറി പറഞ്ഞതുപോലെ പമ്പയിൽ മുങ്ങിയിട്ട് പൊങ്ങിയാൽ വേറെ പലതുമായിരിക്കും ശരീരത്തുണ്ടാകുക. അത്രമാത്രം പമ്പയെ വൃത്തികേടാക്കി. പമ്പയിൽ മുങ്ങിയാൽ രോഗം പമ്പ കടക്കുമെന്നായിരുന്നു വിശ്വാസം. കാരണം പശ്ചിമഘട്ട മലനിരകളിലെ ഔഷധ സസ്യങ്ങളെ തലോടി വരുന്ന വെള്ളമാണ് പമ്പയിലേത്. മണലിനിടയിലൂടെ അരിച്ചു വരുന്ന ശുദ്ധജലമായിരുന്നു പമ്പയിലേത്. പക്ഷേ അതും അശുദ്ധമാക്കപ്പെട്ടു. മീനച്ചിലാർ എന്ന് പറയുന്ന അള്ളാഹു നമുക്ക് നൽകിയ വരദാനം, ഈ വരദാനത്തെയും നമ്മൾ അശുദ്ധമാക്കി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു. അജൈവ മാലിന്യങ്ങൾ ഈ ജലസ്രോതസ്സുകളിലേക്ക് മനുഷ്യൻ വലിച്ചെറിഞ്ഞു, അതിനെ അഴുക്കാക്കി. കേവലം ഒരു 6 ശുദ്ധീകരിക്കൽ ചടങ്ങുകൊണ്ട് അവസാനിക്കേണ്ടതല്ല. ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കൌൺസിലർമാരോട് പറയുകയാണ്, നിങ്ങളുടെ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ പ്രവർത്തനം കൊണ്ട് അവസാനിക്കേണ്ടതല്ല ഈ പ്രവർത്തനം. നമ്മുടെ നാട്ടിലെ ആറുകൾ ശുദ്ധമാകണമെങ്കിൽ ബോധവൽക്കരണോടൊപ്പം തന്നെ കൃത്യമായ നടപടി കൂടി ഉണ്ടാകണം. മാലിന്യം വലിച്ചെറിയുന്ന ആളുകളെ കണ്ടെത്തി കടുത്ത ശിക്ഷ അവർക്ക് കൊടുക്കണം. എന്നാലേ നന്നാവും. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അടിമാലിക്കാരനായ ഒരു വ്യക്തി ഫ്രാൻസിസ്, അദ്ദേഹത്തിന് മുനിസിപ്പാലിറ്റി 50,000 രൂപ പിഴയിട്ടു. തന്റെ ലോഡ്ജിൽ നിന്ന് മാലിന്യം ആറ്റിലേക്ക് വലിച്ചെറിഞ്ഞതിന് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചു ഈ പിഴ ഒഴിവാക്കാൻ വേണ്ടി. ഹൈക്കോടതി 50,000 രൂപ 1 ലക്ഷമാക്കി ഉയർത്തിക്കൊടുത്തു. 50,000 ഒഴിവാക്കാൻ വേണ്ടി ഹൈക്കോടതി പറഞ്ഞു, നിങ്ങൾ 50,000 കൊടുത്താൽ പോലെ 1 ലക്ഷം കൊടുക്കണമെന്ന് പറഞ്ഞു 1 ലക്ഷം പിഴ ഇടിച്ചു. ഇങ്ങനെയുള്ള കർശനമായ നടപടിയിലൂടെയും ആണ് നമ്മുടെ നാടിനെ, നമ്മുടെ ആറുകളെ ശുചീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത്. സത്യത്തിൽ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അത് ഒഴിവാക്കാൻ പറ്റുന്നൊരു മാലിന്യമല്ല. ഫെഡറിക് ഷോൺ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന് പറ്റിയ ഒരു അബദ്ധമാണ് സത്യത്തിൽ പ്ലാസ്റ്റിക്. അദ്ദേഹം തന്റെ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ പരീക്ഷണശാലയിൽ വേറൊന്നിനു വേണ്ടി ഗവേഷണം നടത്തുമ്പോൾ പറ്റിയൊരു അബദ്ധത്തിലൂടെ ഉണ്ടായിപ്പോയതാണ് ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. 1909 പ്ലാസ്റ്റിക് ഒരു വികസിത രൂപത്തിൽ, പൂർണ്ണാർത്ഥത്തിൽ പ്ലാസ്റ്റിക് രൂപപ്പെട്ടു വന്നത്. ഇന്ന് നമുക്ക് പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ ആ പ്ലാസ്റ്റിക്കുകൾ നമ്മൾ അതിനെ നിരോധിത പ്ലാസ്റ്റിക്കുകൾ ഒഴിവാക്കിക്കൊണ്ടും അനുവദിക്കപ്പെട്ട പ്ലാസ്റ്റിക്കുകളെ റീസൈക്ലിംഗ് ചെയ്തുകൊണ്ടും അത് ശേഖരിക്കാൻ വരുന്ന ഹരിതസേന കർമ്മ അംഗങ്ങൾക്ക് കൈമാറിക്കൊണ്ടും അതുപോലെ തന്നെ ജൈവ മാലിന്യങ്ങളെ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിച്ചുകൊണ്ടും വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങളെ വീട്ടിൽ തന്നെ സംസ്കരിക്കുക, അതിനെ വളമാക്കി മാറ്റുക, ഇങ്ങനെ റീസൈക്ലിംഗ് ചെയ്തുകൊണ്ടും നമ്മൾ ഈ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി കാര്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മുടെ നാട് നാറിപ്പുഴുക്കും. ഈ ആറിലെ വെള്ളം തൊടാൻ കൊള്ളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും.
6 മാത്രമല്ല, ഇത് ഒഴുകിയെത്തുന്നത് കടലിലേക്കാണ്. കടലും ഇന്ന് മലിനമാണ്. കരയിലേക്ക് ആവശ്യമായ, സത്യത്തിൽ കടൽ 71% ഭൂമിയിൽ കടലാണ്, 29% കരയുള്ളത്. 5 സമുദ്രങ്ങളിലാണ് 97% വെള്ളവുമുള്ളത്. ഈ കടലാണ് ഭൂമിയിലേക്ക് ആവശ്യമായ, കരയിലേക്ക് ആവശ്യമായ 70% ഓക്സിജൻ സമ്മാനിക്കുന്നത് ഈ കടലാണ്. ഈ കടലിന്റെ അവസ്ഥ എന്താ? കടലിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗമെന്ന് പറയുന്നത് മെറീന ട്രഞ്ചാണ്. പസഫിക് സമുദ്രത്തിലെ മെറീന ട്രഞ്ചിലാണ് 11 കിലോമീറ്റർ ആഴമുള്ള കടലിന്റെ ഏറ്റവും ആഴമുള്ള ഭാഗമുള്ളത്. അതിനേക്കാൾ ആഴം കടലിന് വേറെയില്ല. അത് പസഫിക് സമുദ്രത്തിലാണ്. 2018 ഒരു സംഘം, 2 പേരടങ്ങുന്ന ഒരു സംഘം അവിടെ ചെന്നു. പസഫിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്ത് അവർ ചെന്നു. 11 കിലോമീറ്റർ സഞ്ചരിച്ച ആഴത്തിൽ ചെന്നു നോക്കുമ്പോൾ അതിനടിയിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു. ആലോചിച്ചു നോക്ക്, 200 മീറ്ററാണ് പ്രകാശം എത്തുന്ന ഭാഗം എന്ന് പറയുന്നത് കടലില്. 11 കിലോമീറ്റർ സഞ്ചരിച്ചു ചെല്ലുമ്പോഴും അതിനടിയിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവർക്ക് കാണാൻ കഴിഞ്ഞു. ഒരു ചതുരശ്ര കിലോമീറ്റർ 46,000 പ്ലാസ്റ്റിക്കിന്റെ കഷ്ണങ്ങൾ ഇന്ന് കടലിലുണ്ട്. ഇതാരിട്ടതാണ്? 80% മനുഷ്യനിട്ടതാണെന്നാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. ഇത് കടലിൽ വരുത്തുന്ന വലിയ അപകടങ്ങളുണ്ട്. സത്യത്തിൽ ഇന്ന് ചൂട് കൂടി എല്ലാവർക്കും പ്രശ്നമാണ്. ഉഷ്ണതരംഗമാണ് നമ്മുടെ നാട്ടിൽ. നമ്മുടെ ജില്ലയിലൊക്കെ ശക്തമായ ചൂടാണ്. ആരാണ് ഈ ചൂട് കൂടാനുള്ള കാരണം? സത്യത്തിൽ ഭൂമി കരയിലെ ഈ ചൂടിനെ നിയന്ത്രിക്കേണ്ടത് കടലാണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തുകൊണ്ട്, പകൽ സമയത്ത് വലിച്ചെടുത്ത് രാത്രി സമയത്ത് വലിയ ശൈത്യത്തിലേക്ക് ഭൂമി പോകാതെ കുറച്ച് പുറത്തു വിട്ടുകൊണ്ട് ഈ ആകിരണ വികിരണങ്ങളിലൂടെയാണ് ഭൂമിയുടെ ചൂടിനെ കടല് നിലനിർത്തുന്നത്. സന്തുലിതമായ ഭൂമിയിലെ കാലാവസ്ഥാ നിയന്ത്രണത്തിന് കടല് വഹിക്കുന്ന പങ്ക് വലുതാണ്. ഈ കടല് മലിനമായി തീരുമ്പോൾ എന്താ സംഭവിക്കുക? ഓക്സിജന്റെ ഉൽപാദനം കുറയും കടലിൽ നിന്നുള്ള. അതനുസരിച്ച് ഭൂമിയിൽ ചൂട് കൂടും. അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സ്യലഭ്യത കുറയും. തിമിംഗലം 20-ാം നൂറ്റാണ്ടിൽ മനുഷ്യർ കൊന്നത് 3 ലക്ഷം തിമിംഗലത്തെയാണ്. 3 ലക്ഷം തിമിംഗലം. ഒരു തിമിംഗലം വഹിക്കുന്ന പങ്കെത്രയാണെന്നറിയുമോ ഭൂമിയിലെ ജനവാസത്തിന് വേണ്ടി? ഈ തിമിംഗലമാണ് കരയിലെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിൽ. ഓരോ തിമിംഗലത്തിനും വലിയ പങ്കുണ്ട്. ഈ തിമിംഗല വേട്ട മനുഷ്യൻ തുടർന്നുകൊണ്ടിരിക്കണം. എന്തിനു വേണ്ടി? തിമിംഗലത്തെ കൊന്ന് അതിൽ നിന്നെടുക്കുന്ന എണ്ണ ഉപയോഗിച്ചുകൊണ്ട് മിസൈൽ നിർമ്മിക്കാൻ വേണ്ടി. ഭക്ഷണത്തിന് വേണ്ടിയല്ല. തിമിംഗലത്തിന്റെ മത്സ്യത്തിൽ നിന്നും തിമിംഗല മത്സ്യത്തിന്റെ എണ്ണയിൽ നിന്നും മിസൈൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് തിമിംഗലത്തെ കൊല്ലുന്നത്. ആ മിസൈൽ കൊണ്ട് മനുഷ്യൻ കൊല്ലുന്നത് മനുഷ്യനെ തന്നെയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഭക്ഷിക്കാനല്ലാതെ ഒരു കുരുവിയെ പോലും നിങ്ങൾ കൊല്ലരുത്. നിങ്ങളൊരു കുരുവിയെ അകാരണമായി കൊന്നാൽ അള്ളാഹുവിന്റെ കോടതിയിൽ ആ കുരുവി വരും. പടച്ചവനോട് പറയും, അള്ളാഹുവേ, ഈ മനുഷ്യൻ എന്നെ കൊന്നു, ഭക്ഷിക്കാൻ വേണ്ടിയല്ല എന്നെ കൊന്നത്, അതുകൊണ്ട് എനിക്ക് നീതി വേണമെന്ന് പടച്ചവന്റെ കോടതിയിൽ ഒരു കുരുവി പോലും പറയും. അവിടെയാണ് ഭീമാകാരങ്ങളായ ഈ തിമിംഗലങ്ങളെ മനുഷ്യൻ മിസൈൽ നിർമ്മാണത്തിന് വേണ്ടി കൊന്നൊടുക്കുന്നത്. എന്നിട്ട് നാം ചൂടിനെക്കുറിച്ച്, ഉഷ്ണത്തെക്കുറിച്ച് പരാതി പറയുകയാണ്. ഒരു തിമിംഗലത്തിന്റെ ഒരു ദിവസത്തെ വിസർജ്യം എന്ന് പറയുന്നത് 3 ടണ്ണാണ്. 3 ടൺ വിസർജിക്കും. ഈ വിസർജ്യം എന്ന് പറയുന്നത് കടലിലെ അതിസൂക്ഷ്മമായ ചില വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങളാണ് സത്യത്തിൽ മനുഷ്യന് വേണ്ടി കരയിലേക്ക് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ആ വൃക്ഷങ്ങളുടെ വളമെന്ന് പറയുന്നത് തിമിംഗലത്തിന്റെ ഈ മലമാണ്, തിമിംഗലത്തിന്റെ അവശിഷ്ടങ്ങളാണ്. ഒരു തിമിംഗലം അതിന്റെ ജീവിതകാലത്ത് 33 ടൺ കാർബൺ ശേഖരിച്ചു വയ്ക്കും. ഈ കാർബണെ കരയിൽ നിന്ന് വലിച്ചെടുക്കുമ്പോൾ കരയിലെ ചൂട് കുറയാം. ഒരു തിമിംഗലം ചാവുന്നതോടുകൂടി ഈ 33 ടൺ, അതായത് 1000 വൃക്ഷം നൽകുന്നത്ര ഫലമാണ് ഒരു തിമിംഗലം ചാവുന്നതോടുകൂടി 33 ടൺ കാർബൺ കടലിനടിയിലേക്ക് പോകുകയാണ്. കരയിലെ ചൂട് കുറയാണ്. ഇത്ര വലിയ സേവനമാണ് കടല് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കടലും മനുഷ്യൻ മലിനപ്പെടുത്തി. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. കര മോശമാക്കിയതും മനുഷ്യനാണ്, കടല് മോശമാക്കിയതും മനുഷ്യനാണ്. മനുഷ്യന്റെ കരങ്ങളാണ് കടലിനെയും കരയെയും മോശമാക്കിയത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ലിയുദീഖഹും ബഅദല്ലദീ അമിലു. ഇതിന് ചില തിരിച്ചടികൾ ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. ചില തിരിച്ചടി ഇടക്കിടക്ക് ഉണ്ടാകും. എന്തിനു വേണ്ടി? നിങ്ങൾ ഈ ചെയ്തു കൂട്ടിയ തിന്മകൾക്ക് ചിലതെങ്കിലും നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടി, അതിന്റെ ചെറിയൊരു റിയാക്ഷനെങ്കിലും നിങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ചെറിയ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കും. ആ തിരിച്ചടിയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചൂട്.
അതുകൊണ്ട് നമ്മളാണ് ഈ കടലിനെയും കരയും മോശമാക്കിയത്. നമുക്കേ ഇതിന് കഴിയൂ. ലോകത്തൊരു ജീവിക്കും കടലും കരയും മോശമാക്കാൻ കഴിയില്ല. പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാനേ എല്ലാ ജീവികൾക്കും കഴിയൂ. മനുഷ്യന് മാത്രമാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ കഴിയുന്നത്, പരിസ്ഥിതിയെ ചോദ്യം ചെയ്യാൻ കഴിയുന്നത് മനുഷ്യന് മാത്രമാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, നമ്മൾക്ക് വലിയ തിരിച്ചറിവുണ്ടാകണം. നമ്മൾ വിശ്വാസി സമൂഹമാണെന്ന് തിരിച്ചറിയണം. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇരുട്ടിന്റെ മറവിൽ വലിച്ചെറിഞ്ഞ മാലിന്യത്തെക്കുറിച്ച് നമ്മുടെ തോളിലിരിക്കുന്ന മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്. ആ മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്, ഇവൻ ആറ്റിലേക്ക് മാലിന്യം എറിഞ്ഞവനാണ്. നാളെ നമുക്ക് കിതാബ് നൽകപ്പെടുമ്പോൾ ആ കിതാബിലുണ്ടാകും വലിച്ചെറിഞ്ഞ ഓരോ മാലിന്യങ്ങളെക്കുറിച്ചും മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. നാളെ അള്ളാഹിന്റെ മുന്നിൽ വെച്ച് കിതാബ് നൽകപ്പെടുമ്പോൾ ആ കിതാബിൽ ഇത് നമ്മൾ വായിക്കേണ്ടി വരും. അതിനനുസരിച്ച് നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് ഇതൊക്കെ നിസ്കാരം മാത്രമാണ്, നോമ്പ് മാത്രമാണ്, മദ്യപാനം മാത്രമാണ്, പലിശ മാത്രമാണ് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ള അബദ്ധധാരണകൾ നമ്മൾ തിരുത്തണം. പ്രകൃതി വിരുദ്ധമായി എന്ത് കാര്യം ചെയ്താലും അത് അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന തെറ്റായിട്ടും കുറ്റമായിട്ടും നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. 1400 വർഷങ്ങൾക്ക് മുമ്പാണ് പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. അന്ന് അവർക്ക് കടലുമായി വലിയ ബന്ധമില്ല. പക്ഷെ അന്നാണ് ഈ ഖുർആനിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് കടലിനെ മലിനപ്പെടുത്തിയത് മനുഷ്യനാണ്, കരയെ മലിനപ്പെടുത്തിയത് മനുഷ്യനാണ്. അന്ന് സഹാബാക്കൾ പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിഞ്ഞിട്ടില്ല. അന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളില്ല. പെട്രോളിയം കണ്ടുപിടിച്ചതിന് ശേഷമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാകുന്നത്. പെട്രോളത്തിന്റെ ഒരു പ്രൊഡക്റ്റാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യം എന്ന് പറയുന്നത്. അന്നുപോലും ഖുർആൻ പറയുന്നുണ്ട് കടലിലേക്ക് മനുഷ്യൻ മാലിന്യങ്ങൾ വലിച്ചെറിയും. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 46,000 പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ വരുന്ന രീതിയിലേക്ക് ഇന്ന് എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ മലിനീകരണത്തെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം ഒരു ഇബാദത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കണം. പ്രകൃതിയോട് ചെയ്യുന്ന സേവനങ്ങൾ, പ്രകൃതി സംരക്ഷണം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതൊരു ഇബാദത്താണ്, അതിന് കൂലിയുണ്ട്. ആര് പ്രകൃതിക്കെതിരായി പ്രവർത്തിക്കുന്നോ, ആര് പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നോ, ആര് ഈ പ്രകൃതിയുടെ എക്കോസിസ്റ്റത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നോ, അവരോട് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചോദ്യം ഉണ്ടാകും. അവർക്ക് അതിനനുസരിച്ച് ശിക്ഷയുണ്ടായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഈ ഭൂമിയെ നിങ്ങൾ ബഹുമാനിക്കുക, ഈ ആറിനെ നിങ്ങൾ ബഹുമാനിക്കുക. ശുദ്ധജലം അശുദ്ധജലമായി ഒഴുകട്ടെ, ആരും അതിനെ മലിനപ്പെടുത്താതിരിക്കുക. നാടും നഗരവും വൃത്തിയായിരിക്കട്ടെ. മുനിസിപ്പാലിറ്റി നടത്തുന്ന ശ്രമങ്ങളോട് നമുക്ക് സഹകരിക്കാം. ഇൻഷാ അള്ളാഹ് ഇനി നമ്മുടെ നാട് പിന്നോട്ട് പോകരുത്. ഈരാറ്റുപേട്ട ഒരു മലിന പ്രദേശമാണെന്ന് ആരെക്കൊണ്ടും പറയിപ്പിക്കരുത്. നിങ്ങൾ ഇവിടെ ക്രൈസ്തവ സഹോദരങ്ങൾ താമസിക്കുന്ന പ്രദേശമുണ്ടല്ലോ പരിസരത്ത്, ഞാൻ നടക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ഭാഗങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ആ ഭാഗവും ഈരാറ്റുപേട്ടയും തമ്മിൽ നമ്മൾ ഒരുപാട് ഉയർന്ന സമൂഹമാണ്, ഹൈറുമത്താണ്. പക്ഷേ വൃത്തിയുടെ കാര്യത്തിൽ, പരിസര ശുചീകരണത്തിന്റെ വിഷയത്തിൽ ക്രിസ്ത്യാനികൾ താമസിക്കുന്ന ഏരിയകൾ നമ്മൾ കണ്ടുപിടിക്കണം. അവരിങ്ങനെയല്ല. സത്യത്തിൽ നമ്മളെ മാതൃകയാക്കേണ്ടതല്ലേ മറ്റു സമൂഹങ്ങൾ? നമ്മൾ ഹൈറുമത്തല്ലേ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ നാട് ശുദ്ധമായിരിക്കട്ടെ. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി കേരളത്തിന് മാതൃകയാകുന്ന രീതിയിൽ ശുദ്ധമായിരിക്കണം. എന്റെ കരം കൊണ്ട് ഒരിക്കലും ഈ പ്രകൃതിയെ ഞാൻ മലിനപ്പെടുത്തില്ല എന്ന് എല്ലാവരും പ്രതിജ്ഞ എടുക്കുക. ഈ വെള്ളിയാഴ്ച ദിവസം ഞാൻ എന്റെ കൈകൊണ്ട് ഒരിക്കലും ആറ്റിലേക്ക് മാലിന്യം എറിയില്ല എന്ന് തീരുമാനിക്കുക, ഒരു പ്രതിജ്ഞയായിട്ട് എടുക്കുക. ഞാൻ എന്റെ കൈകൊണ്ട് ഈരാറ്റുപേട്ടയുടെ വഴിയിലോ തെരുവോരങ്ങളിലോ ഒരു മാലിന്യം വലിച്ചെറിയില്ല എന്ന് തീരുമാനിക്കുക. ഹോട്ടൽ ഉടമകൾ തീരുമാനിക്കുക. ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി, അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ബിൽഡിങ്ങുകൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന മുതലാളിമാരുണ്ട്. നിങ്ങളും തീരുമാനിക്കുക. അവർക്ക് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, കൃത്യമായ മാർഗനിർദ്ദേശം കൊടുക്കുക. അവരെ കൊണ്ട് നമ്മുടെ നാട് മലിനമാകരുതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. കോഴിക്കടകൾ നടത്തുന്ന ആളുകൾ, അറവുശാലകൾ നടത്തുന്ന ആളുകൾ ഒരിക്കലും തങ്ങൾ അറുത്തൊരു കോഴിയുടെ, ഒരു മൃഗത്തിന്റെ മാലിന്യം മീനച്ചിലാറ്റിൽ എത്തിയിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോഴിക്കട നിർത്തലാണ് നല്ലത്. കാരണം ആ കോഴിക്കട കൊണ്ട് നിങ്ങൾ നാളെ നരകത്തിൽ പോകും. കോഴിക്കട നടത്തിയില്ലെങ്കിൽ, അറവ് മാലിന്യങ്ങൾ അറവുശാല നടത്തിയില്ലെങ്കിൽ സ്വർഗം കിട്ടാതിരിക്കുന്നില്ല. പക്ഷേ ഈ നിലയ്ക്കാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ അത് നരകം കിട്ടാൻ കാരണമായി തീരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ നാടിന്റെ വിശുദ്ധി കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ നാടിനെ വൃത്തിയായി സൂക്ഷിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.